കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇത് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നികേഷിൻ്റെ അമ്മ എല്ലാവരെയും ഫുഡ് കഴിക്കാൻ ഹോളിലോട്ട് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് നികേഷും അതുപോലെ നിധിയും സുധീഷും ഹരീഷും നമ്മളുടെ സുഭാഷും എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്ന് എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇരുന്നതിന് ശേഷം നികേഷിൻ്റെ അമ്മ അവർക്ക് ഫുഡ് വിളമ്പി കൊടുക്കുന്നുണ്ട്. ഫുഡ് വിളമ്പി കൊടുക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങൾ തന്നെ എടുത്ത് കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നികേഷിൻ്റെ അമ്മ പറയുന്നുണ്ട് ഇപ്പം ഞാനിവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് വിളമ്പി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കുകയാണ്. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട് ഇന്ന് ഒരുപാട് വിഭവങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയണേ. ആ സമയത്ത് നികേഷിൻ്റെ അമ്മ പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഇതും ഞാൻ ഉണ്ടാക്കി തരുമെന്ന് പറയണം. ആ സമയത്ത് സുഭാഷ് പറയുന്നുണ്ട് അമ്മ ഒറ്റയ്ക്ക് അതൊന്നും ഉണ്ടാക്കണ്ട, ഞങ്ങൾ ഇത്ര ഫുഡ് എന്നൊക്കെ കണക്കുണ്ട്, അതിനനുസരിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാറുള്ളൂ എന്ന് പറയണേ. അപ്പോൾ നമ്മളുടെ നികേഷിൻ്റെ അമ്മ പറയണേ ഇപ്പം ഞാനിവിടെ ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്നാൽ നിങ്ങൾക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് കഴിയുമല്ലോ, അപ്പോൾ ഞാനും ഉണ്ടാക്കിക്കൊണ്ടെന്ന് പറയണേ. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട് എനിക്ക് എങ്കിലും ചോറ് മതി, എന്നും ചപ്പാത്തി തന്നെയല്ലേ കഴിക്കാറ് രാത്രി, അപ്പോൾ ഇന്ന് എനിക്ക് ചോറ് മതി എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് ചോറ് സുധീഷിനെ വിളമ്പി കൊടുക്കുകയാണ്. നികേഷിൻ്റെ അമ്മ ബാക്കിയുള്ളവർക്കൊക്കെ ചപ്പാത്തി എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ നിധി ഇങ്ങനെ നമ്മളുടെ നികേഷിൻ്റെ അമ്മയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. എന്തൊക്കെയോ ഒരു കള്ളത്തരങ്ങളുണ്ടെന്ന് ഏകദേശം നമ്മളുടെ നിധിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നീട് എല്ലാവരും കിടന്നുറങ്ങിയിരുന്ന സമയത്ത് നിധി റൂമിലിരുന്ന് ഇങ്ങനെ ഓഫീസിലുള്ള ജോലികളെല്ലാം ചെയ്യുമായിരിക്കും മുറിയിലിരുന്ന്. ആ സമയത്താണ് പുറത്ത് നിന്നൊരു സംസാരം കേൾക്കുന്നത്. ആ സംസാരം കേട്ടിട്ട് നിധി ജനലിൻ്റെ അടുത്തോട്ടേക്ക് ചെല്ലും. അങ്ങനെ ജനലിൻ്റെ അടുത്തോട്ടേക്ക് ചെല്ലുമ്പോൾ അത് നികേഷിൻ്റെ അമ്മയായിരിക്കും. അങ്ങനെ നികേഷിൻ്റെ അമ്മ നികേഷിൻ്റെ അമ്മയുടെ ഇപ്പോഴത്തെ ഭർത്താവിന് ഫോൺ ചെയ്യുമായിരിക്കും. അയാൾ പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ നോക്ക് എന്ന് പറയാണ്. ആ സമയത്ത് നികേഷിൻ്റെ അമ്മ പറയും ഞാനിവിടെ ജോലി എടുത്ത് മടുത്തു, ഇവർക്ക് എല്ലാവർക്കുള്ള ഫുഡും അതുപോലെ ഇവിടെ അടിക്കലും തുടക്കലും എല്ലാം ചെയ്യുന്നത് ഞാനാണെന്ന് പറയും. ആ സമയത്ത് അയാൾ പറയും നീ അതൊക്കെ ചെയ്തിട്ട് ആണെങ്കിലും എത്രയും പെട്ടെന്ന് അവിടുന്ന് പണം കിട്ടുമെങ്കിൽ എത്രയും പെട്ടെന്ന് ആ പണം നീ വാങ്ങിച്ചെടുക്കാൻ നോക്കുക എന്ന് പറയും. ഇതെല്ലാം മുറിയിൽ നിന്ന് നിധി കേൾക്കുന്നുണ്ടാകും. അങ്ങനെ അവർ ഫോൺ ചെയ്ത് കട്ടായതിനു ശേഷം നികേഷിൻ്റെ അമ്മ അകത്തോട്ടേക്ക് വരും. ആ സമയത്ത് നിധി മുറിയിൽ നിന്നും പുറത്തോട്ടേക്ക് വരും. ആ സമയത്ത് നികേഷിൻ്റെ അമ്മ നിധിയെ കണ്ടിട്ടുണ്ടാവില്ല. നിധി പറയും നിങ്ങളൊന്ന് അവിടെ നിൽക്കുമെന്ന് പറയും. എന്നിട്ട് നിൽക്കുമെന്ന് പറഞ്ഞതിന് ശേഷം നിധി സ്ത്രീയുടെ അടുത്തോട്ടേക്ക് ചെന്നിട്ട് നിങ്ങൾ ആരോടാ ഈ സമയത്ത് സംസാരിച്ചെന്ന് നിധി ചോദിക്കും. ആ സമയത്ത് നികേഷിൻ്റെ അമ്മ പറയും ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ലല്ലോ, എന്തേ ചോദിക്കും. ഞാൻ റൂമിലിരിക്കുന്ന സമയത്ത് നിങ്ങൾ പുറത്ത് നിന്ന് ആരോടോ പണത്തിനെ പറ്റി സംസാരിക്കുന്നത് കേട്ടോ എന്ന് പറയും. ആ സമയത്ത് നികേഷിൻ്റെ അമ്മ പറയും ഞാൻ ആരോട് സംസാരിക്കാൻ, എനിക്ക് ആരും ഇല്ലല്ലോ സംസാരിക്കാനായിട്ട്, മോള് ഇങ്ങനെ തോന്നിയതായിരിക്കും എന്ന് പറയും. എന്താ മോളുടെ കൂടെ സുധീഷ് കിടക്കാത്തത്, നിൻ്റെ ഭർത്താവല്ലേ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ല കിടക്കേണ്ടത് എന്ന് പറയും. ആ സമയത്ത് നിധി പറയും എനിക്ക് ഓഫീസിൽ ഒരുപാട് ജോലിയും കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് സുധീഷ് ഹോളിൽ ഇവരുടെ കൂടെയാണ് കിടക്കൽ, ചില സമയങ്ങളിൽ ഇവിടെ കിടക്കും. നിങ്ങൾ രാവിലെ നല്ല ആളുകളെ പോലെ സംസാരിച്ചൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ രാത്രി സമയങ്ങളിൽ സുധീഷ് ഇവരുടെ കൂടെയാണ് കിടക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയും. ആ സമയത്ത് നിധി പറയും എങ്കിൽ നിങ്ങൾ പോയി കിടന്നോളൂ എന്ന് പറയും. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് നിധി മുറിയിലോട്ട് പോകും. അങ്ങനെ സുധീഷിൻ്റെ അമ്മ അവിടെ പായ് പിരിച്ച് അവിടെ അവരുടെ അടുത്ത് കിടക്കും. എന്നിട്ട് റൂമിൽ ചെന്നതിന് ശേഷം നിധി ഇങ്ങനെ ആലോചിക്കും ആർക്കായിരിക്കും ഫോൺ വിളിച്ചിട്ടുണ്ടാവുക, ഇനി ഈ കാര്യം ഇനി സുധീഷിനോടും സുഭാഷ് ഏട്ടനോടും പറയണോ എന്നൊക്കെ എന്നെ ചിന്തിക്കും. ഒന്നുകൂടിയും ആലോചിച്ചിട്ട് പറയാമെന്ന് ചിന്തിച്ചിട്ട് നിധി കിടക്കാൻ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം നിധി ഡ്രസ്സുകളെല്ലാം അലക്കി തോരയിടുന്ന സമയത്ത് അവിടെ ഒരു സൈഡിൽ നികേഷിൻ്റെ അമ്മ ഫോണുമായി പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അത് നിധി കാണുന്നുണ്ട്. അത് കണ്ടപാടെ നിധി ആ സ്ത്രീയുടെ അടുത്തോട്ടേക്ക് ചെന്നിട്ട് ഇവിടെ നിൽക്കുന്ന എന്തേ സുഖമല്ലേ ചോദിക്കുകയാണ്. ആ സമയത്ത് നികേഷിൻ്റെ അമ്മ പറയുന്നുണ്ട് ആ സുഖമാണ്, നമ്മളെല്ലാവരും ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത്, ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെ എന്താ സുഖമല്ലേ ചോദിക്കും. ആ സമയത്ത് നിധി പറയും അതൊന്നുമില്ല, ഞാൻ കണ്ടപാടെ ചോദിച്ചതാണെന്ന് പറയും. നിധി ചോദിക്കും നിങ്ങളുടെ നാട് എവിടെയാണെന്ന്. ആ സമയത്ത് നികേഷിൻ്റെ അമ്മ പറയും എൻ്റെ നാട് ഇതാ ഈ വീട് തന്നെ, ഒക്കെ തന്നെയാണ് എൻ്റെ നാട്. അതല്ല നിങ്ങളുടെ നാട് കല്യാണത്തിന് മുന്നേ ഉള്ള നാട് അത് ഗുജറാത്തിലാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അവിടെയാണെന്ന് പറയും. അവിടെ എവിടെയെന്ന് ചോദിക്കും. അവിടെ ഒരു ഗ്രാമത്തിലാണെന്ന് പറയും. നിങ്ങൾക്ക് വേറെ ആരും ഇല്ലേ ചോദിക്കും. ആ സമയത്ത് നികേഷിൻ്റെ അമ്മ പറയും എനിക്ക് അച്ഛനും അമ്മയും ഉണ്ട്, പക്ഷേ അവരിപ്പോൾ ഇല്ല, അവരൊക്കെ മരിച്ചു പോയി എന്ന് പറയും. പിന്നെ വേറെ സഹോദരങ്ങളാരും ഇല്ലേ ചോദിക്കും. എനിക്ക് വേറെ സഹോദരങ്ങളാരുമില്ല, പിന്നീട് ഞാൻ ഭാസ്കരേട്ടനെ കല്യാണം കഴിച്ച് ഇങ്ങോട്ടേക്ക് വന്നില്ലേ, പിന്നെ കുറച്ച് കാലം ഇവിടെ താമസിച്ചു, പിന്നെ ഭാസ്കരേട്ടൻ എന്നെ ഒരുപാട് ഉപദ്രവിച്ചപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറയും.
നിധി ചോദിക്കും, നിങ്ങൾ നിന്നിരുന്ന സ്ഥലത്ത് അപ്പം നിങ്ങൾ തനിച്ചായിരുന്നോ നിന്നിരുന്നത്? നികേഷിൻ്റെ അമ്മ പറയും, ആ ഞാൻ അവിടെ തനിച്ചാണ്. അപ്പോൾ നിധി ചോദിച്ചു, അവിടെ വേറെ ആരുമില്ലേ? വേറെ ആരുമില്ല, വേറെ ആരും, ഞാൻ തനിച്ചാണ് എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ആർക്കാ ഇപ്പോൾ ഫോൺ ചെയ്തിരുന്നു ചോദിക്കും. ഞാനിപ്പോൾ ആർക്കും ഇല്ല, എനിക്ക് അത്യാവശ്യമുള്ളവർക്ക് ഫോൺ ചെയ്തു എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ചിലവിനും കാര്യങ്ങൾക്കൊക്കെ എന്താ ചെയ്തിരുന്നത്? ഞാനവിടെ വീടിൻ്റെ അടുത്ത് ജോലിക്കൊക്കെ പോയിരുന്നു. ആ പൈസ കൊണ്ട് ഞാൻ ജീവിച്ചിരുന്നത്. വേറൊരാളുടെ സഹായമൊന്നും എനിക്കില്ലായിരുന്നു. ആ സമയത്ത് നിധി ചോദിക്കും, നിങ്ങൾ ആരോടാ ക്യാഷിനെ പറ്റിയൊക്കെ സംസാരിച്ചിരുന്നത്? അപ്പോൾ നികേഷിൻ്റെ അമ്മ പറയും, അത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആളോട് പറഞ്ഞതാണെന്ന് പറയും. പിന്നീട് നിധി ഇങ്ങനെ ചിന്തിക്കുകയാണ്, സുധീഷ് പറഞ്ഞിരുന്നല്ലോ അവരുടെ കൂടെ ഏതോ ഒരു പുരുഷനുണ്ട്, അപ്പോൾ അതാരായിരിക്കും എന്ന് നിധി ചിന്തിക്കുകയാണ്. ആ കാര്യം നിധി നികേഷിൻ്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഞങ്ങൾ അന്ന് അന്വേഷിച്ച് വന്നിരുന്ന സമയത്ത് ഒരു പുരുഷനുണ്ടായിരുന്നല്ലോ. അപ്പോൾ നികേഷിൻ്റെ അമ്മ പറയും, അത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണ്. അയാൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് എന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാറുണ്ട്. അപ്പോൾ അതാണ് എന്ന് പറയും. പിന്നെ അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മളുടെ സുധീഷ് കുറച്ച് അപ്പുറത്ത് നിന്ന് ചിരിച്ച് നിൽക്കുന്നുണ്ടാകും. അങ്ങനെ നികേഷിൻ്റെ അമ്മ പറയും, ഞാൻ മോളെ അകത്തോട്ടേക്ക് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നികേഷിൻ്റെ അമ്മ അകത്തോട്ടേക്ക് പോകും. അങ്ങനെ അകത്തോട്ടേക്ക് പോകുന്ന സമയത്ത് സുധീഷിനെ കാണും. അപ്പോൾ സുധീഷ് പറയും, ഗുഡ് മോർണിംഗ് ചെറിയമ്മയെന്ന് പറയും. അപ്പോൾ നികേഷിൻ്റെ അമ്മ പറയും, ഗുഡ് മോർണിംഗ് എന്ന് പറയും. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് നികേഷിൻ്റെ അമ്മ അകത്തോട്ടേക്ക് പോകും. പിന്നീട് സുധീഷ് നമ്മളുടെ നിധിയുടെ അടുത്തോട്ടേക്ക് വന്ന് ചോദിക്കും, എന്തായിരുന്നു ചെറിയമ്മയും അമ്മായിയമ്മയും നമ്മളുടെ മരുമോളും കൂടി സംസാരിച്ചിരുന്നത്? അപ്പോൾ നിധി ചോദിക്കും, ആരാ അമ്മായിമ്മ, ആരാ മരുമോള്? അപ്പോൾ നിധിയല്ലേ മരുമോള്, നമ്മളുടെ നികേഷിൻ്റെ അമ്മ എന്താണ് അമ്മായിയമ്മ എന്നൊക്കെ പറയും. ആരുടെ അമ്മായിയമ്മ? നിധിയുടെ അമ്മായിയമ്മ. നികേഷ് അങ്ങനെയാണല്ലോ വിളിക്കാറ്. നികേഷ് നിധിയെ ഏട്ടത്തി എന്നല്ലേ വിളിക്കാറ്. അപ്പോൾ അത് അവൻ്റെ അമ്മയാവുമ്പോൾ നിൻ്റെ അമ്മായിയമ്മ എൻ്റെയും കൂടി അമ്മയല്ലേ? അങ്ങനെ പറയും. വല്ലാതെ ഉരുണ്ട് കളിക്കല്ലേ എന്ന് നിധി പറയും. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.